ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ രണ്ടാം ദിവസവും വാദം പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് വാദം. ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായിരിക്കുന്നു. പ്രോസിക്യൂഷൻ വാദം തുടരുകയാണ്. ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. കൂടുതൽ തെളിവുകൾ ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ കൈമാറിയിട്ടുണ്ട്. ഗർഭഛിദ്രം നടന്നത് അനധികൃതമായാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. ഒപ്പം തന്നെ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിക്രൂരമായ ലൈംഗിക പീഡനമാണ് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്ന് പറയുന്നു. ഒപ്പം മറ്റു വിശദാംശങ്ങൾ ഉൾപ്പെടെ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയാണ്. ഇന്നലെ കോടതി അറിയിച്ചത് പ്രകാരം അടച്ചിട്ട മുറിയിൽ തന്നെ ഇന്ന് വാദം പുരോഗമിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗം അത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അഭിഭാഷകന്റെ വാദം എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം തുടരുകയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. ഷഫീദ്, ഇന്നിപ്പോൾ പ്രധാനമായും പ്രോസിക്യൂഷൻ ഈ പുതിയ കേസിന്റെ വിവരങ്ങൾ നൽകുന്നു. ഒപ്പം തന്നെ ഗർഭഛിദ്രം അനധികൃതമായാണ് എന്നത് തെളിയിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ. അങ്ങനെ ഇന്ന് പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ കൈമാറുന്നത് എന്തൊക്കെയാണ്? ഇരുഭാഗങ്ങളുടെയും വാദം പൂർത്തിയായി എന്ന വിവരവും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഷഫീദ്. അനുജ, ഉറപ്പായിട്ടും ഇരുഭാഗങ്ങളുടെയും വാദം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരുപക്ഷേ വിധി എന്നുള്ള രീതിയിലേക്ക് മാറുമായിരിക്കും. കാരണം ഇന്നലെയും കോടതി പറഞ്ഞത് കൂടുതൽ വിശദമായ വാദം കേൾക്കാം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം കൂടുതൽ മെറ്റീരിയലുകൾ സമർപ്പിക്കാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ കേസ് ഇന്ന് വീണ്ടും പരിഗണിച്ചത്. 11:37 കേസ് എടുത്തത് കോടതി. അതിനുശേഷം 12 മണി വരെയുള്ള ഇത്രയും സമയം, ഏതാണ്ട് 23 മിനിറ്റോളം വാദങ്ങൾ പ്രോസിക്യൂഷൻ പുതുതായി സമർപ്പിച്ചിട്ടുള്ള അതിലെ വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുകയും പരിഗണിക്കുകയുമായിരുന്നു കോടതി. പ്രധാനമായും പ്രോസിക്യൂഷൻ ഈ മിസ്കാരിയേജ്, ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ രേഖകളായി സമർപ്പിച്ചത്. കൂടാതെ രാഹുലിനെതിരെ പുതുതായി എടുത്ത കേസിന്റെ FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ചേർത്തിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. വാദം കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതിനുശേഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ രണ്ടെണ്ണം. അതിലൊന്ന് ഒരു പുതിയ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അത് സമാന സ്വഭാവത്തിലുള്ള കേസാണ്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ച കേസാണെന്ന് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിച്ചു. അതിന്റെ FIR കോടതിയിൽ ഹാജരാക്കി. കൂടാതെ മറ്റൊരു കാര്യം, അത് മിസ്കാരേജുമായി ബന്ധപ്പെട്ട, അതായത് അശാസ്ത്രീയ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആശുപത്രി വിവരങ്ങൾ ഉൾപ്പെടെ മൊഴികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്ന് കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞാണ് പ്രതിഭാഗം നോട്ട് ടു അറസ്റ്റിൽ വാദം പറഞ്ഞത്. പ്രതിഭാഗം പറഞ്ഞത് ഇതൊരു ക്രിമിനൽ ഒരു കോൺസ്പിറസി ഇക്കാര്യത്തിലുണ്ട്, ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസി ഇക്കാര്യത്തിലുണ്ട്. ഈ പരാതി വൈകിട്ട് അടക്കം കോടതി പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതി മിസ്ലീഡ് ചെയ്യുമെന്ന് കരുതാനാകില്ല. പ്രതി ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്. പുള്ളിക്ക് പ്രിവിലേജുകൾ ഉണ്ടെങ്കിൽ കൂടി അന്വേഷണവുമായി സഹകരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വാദിഭാഗവും ഉന്നയിച്ചു. എന്നാൽ അതിന് ക്രോസായി പ്രോസിക്യൂഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതി ഒരു ജനപ്രതി എന്നുള്ള പ്രിവിലേജ് ഉള്ള ആളെന്നിരിക്കെ കഴിഞ്ഞ 7 ദിവസമായി ഒളിവിലാണ്. സംസ്ഥാനത്തിനകത്ത് പോലും പ്രതിയില്ല. പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിരിക്കുന്നു. പോലീസ് ഈ അന്വേഷണവുമായി പ്രതിക്ക് പിന്നാലെ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ പരാതികൾ ഒരുപക്ഷെ പ്രതിക്കെതിരെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതിന്റെ സൂചന എന്നോണം ഒരു പുതിയ പരാതി, ഗൗരവമുള്ളൊരു പുതിയ പരാതി വന്നു. അതിലും ഗൗരവമായി പരിഗണിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പരിഗണിക്കുന്നുണ്ട് കോടതി. ഏതായാലും ഇരുഭാഗത്തിന്റെ വാദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിലെ വിധിയിലേക്ക് ഒരു പക്ഷേ കോടതി കടന്നേക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറയുക. അല്പസമയം മുൻപ് ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വളരെ ആകാംക്ഷയുള്ളൊരു നിമിഷമായി ഇത് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി കൂടി വലിയ ശ്രദ്ധയുള്ളൊരു കേസാണ്. KPCC നടപടിയെടുക്കുമെന്നുള്ള സൂചനകളൊക്കെ, രാഹുലിനെ പുറത്താക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. MA ഷഹനാസിനെ പോലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ അല്ലെങ്കിൽ വനിതാ ഫേസുകൾ അവരുടെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ് രംഗത്തെത്തിയ ഒരു സമയം കൂടിയാണ്. അല്പസമയം മുമ്പ് സണ്ണി ജോസഫിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അതേസമയം ഒരാൾക്ക് വേണ്ടി, 1-2 പേർക്ക് വേണ്ടി, ഈ 1-2 നേതാക്കളുടെ അഭിപ്രായം മാനിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ചുമക്കേണ്ടതില്ല എന്നൊക്കെയുള്ളൊരു അഭിപ്രായം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, അത് കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾക്ക് തന്നെയുണ്ട്. അതൊക്കെ ഇന്നലെ വിയോജിപ്പായി പുറത്തേക്ക് വന്നതാണ്. K. മുരളീധരൻ ഇന്നലെ പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനി ആക്ടിന്റെ സമയമാണെന്ന് K. മുരളീധരൻ കേട്ടു. കോൺഗ്രസ് നൽകിയിരിക്കുന്ന അധികാരം, ജനപ്രതിനിധി അധികാരം, അത് മതില് ചാടാനല്ല എന്നൊക്കെ K. മുരളീധരൻ നമ്മൾ ഇന്നലെ കേട്ടിരുന്നു. അങ്ങനെ കോൺഗ്രസിലെ ഒരു പ്രധാന വിഭാഗം നേതാക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ട്. എന്നാൽ ആന്റിസിപ്പേറ്ററി ബെയിലിൽ തീരുമാനമുണ്ടാകട്ടെ എന്നുള്ളതാണ് KPCCയുടെ നിലപാടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. AICCയും സമാനമായി വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഘടിപ്പിച്ച ഒരു സമയം കൂടിയാണ്. ഏതായാലും അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ, രാഷ്ട്രീയ ശ്രദ്ധകൾ അതങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ മിനിറ്റുകൾ ആകാംക്ഷയുടേതാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ലൈംഗിക പീഡന ഭ്രൂണഹത്യ കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ് ആകാംക്ഷ. ഏതായാലും അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് പ്രൊസീഡിംഗ്സ് നടന്നത്. പൂർത്തിയായിട്ടുണ്ട്. ഇനി കോടതി ഇക്കാര്യത്തിൽ വിധി പറയുകയായിരിക്കും ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.